ഫുഡ് ക്രൈസിസ്. എങ്ങനെയാണ് ഫുഡ് ക്രൈസിസ് ഉണ്ടാവുന്നത്, അതിൻ്റെ റീസൺസ് എന്താണ്, അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്, അതാണ് ഫുഡ് ക്രൈസിസിൽ ഡീൽ ചെയ്യുന്നത്. ഒരു ജനറൽ ടോപ്പിക്കാണ്, ഒരു അവെയർനെസ്, ജസ്റ്റ് ഒരു അവെയർനെസ് നിലയിലാണ് ഞാനത് പഠിപ്പിക്കുന്നത്. കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾ കണ്ടെത്തണം. ഫുഡ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ പീപ്പിൾ കനോട്ട് ഗ്രോ ഓർ ബൈ ഇനഫ് ഫുഡ് ടു ഫീഡ് ദെയർ ഫാമിലീസ്. ഒരു ഫാമിലിക്ക് ജീവിക്കാൻ ആവശ്യമായ ഫുഡ് കിട്ടാത്ത ഒരവസ്ഥയെ തന്നെയാണ് ഫുഡ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ റീസൺ കൊണ്ടല്ല ഫുഡ് ക്രൈസിസ് ഉണ്ടാകുന്നത്. ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ഇഷ്യൂസ്. ഇനി അത് ഫുഡ് ക്രൈസിസ് ഡീപ്പാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, വെൻ ഫാമിലി എക്സ്പീരിയൻസ് ദീസ് സ്ട്രെസ്സസ് ഫോർ സെവറൽ ഇയേഴ്സ് ആൻഡ് റൺ ഔട്ട് ഓഫ് വേസ് ടു കോപ്പ് ആൻഡ് ഗവൺമെൻറ്റ്സ് ആൻഡ് അതർ എയ്ഡ് ഏജൻസീസ് ഫെയിൽ ടു ഇൻ്റർവീൻ. ഈ ഭക്ഷണ പ്രശ്നം വർഷങ്ങളോളം തുടരുകയും ഗവൺമെൻറ്റിനോ മറ്റ് സംഘടനകൾക്കോ ഇതിൽ ആ ഫാമിലിയെ സഹായിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് ഫുഡ് ക്രൈസിസ് കൂടുതൽ വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഇനി വാട്ട് ആർ ദ കോസസ് ഫോർ ഫുഡ് ക്രൈസിസ്? ഫസ്റ്റ് വൺ ഈസ് പോവർട്ടി. പോവർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? മോസ്റ്റ് പീപ്പിൾ ആർ അണേബിൾ ടു ഫീഡ് ദംസെൽസ് ബിക്കോസ് പോവർട്ടി ഉണ്ടാകാനുള്ള കാരണം അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. ഇത് ആഫ്രിക്കൻ കൺട്രീസിൽ ഇത് വളരെ സിവിയറാണ്. കുറച്ച് ഹാർവസ്റ്റേ കിട്ടത്തുള്ളൂ. കാരണം നല്ല വെള്ളം കൊടുക്കാൻ, നല്ല ഫെർട്ടിലൈസർ കൊടുക്കാൻ ഇതൊന്നും സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഇൻക്രീസ് പോവർട്ടി. സെക്കൻഡ് വൺ ഈസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ് ഫുഡ് ക്രൈസിസിൻ്റെയും മേജർ പ്രോബ്ലം എന്ന് പറയാം. ക്ലൈമാറ്റിക് ചേഞ്ച് ഹാസ് റെഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ധാരാളമായി കുറഞ്ഞു. അതിൻ്റെ കാരണം ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്. ഈ ക്ലൈമാറ്റിക് ചേഞ്ചിൻ്റെ റീസൺ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് നാച്ചുറൽ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോസിൽ ഫ്യൂൽസ്, പെട്രോളിയം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓയിൽ, അവയുടെ യൂസ് കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് പറ്റുന്നുണ്ട്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇൻക്രീസ്ഡ് കമ്പസ്റ്റൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഡ്യൂ ടു ഇൻക്രീസിങ് പോപ്പുലേഷൻ ത്രൂ പവർ പ്ലാന്റിൽ നമ്മൾ ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യുന്നു, മോട്ടോർ വെഹിക്കിൾസിന് യൂസ് ചെയ്യുന്നു, മൈനിങ്ങിന് യൂസ് ചെയ്യുന്നു. ഓൾ ദീസ് കോസസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആൻഡ് വിച്ച് ഹാവ് കണ്ടിന്യൂ ടു അഫക്റ്റ് വേൾഡ് ക്ലൈമറ്റ്. മറ്റൊരു പ്രശ്നം ഡീഫോറസ്റ്റേഷൻ, വനനശീകരണമാണ്. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ക്ലൈമാറ്റിക് പാറ്റേൺസ് ആൻഡ് റെയിൻഫോൾ സീസൺസ് ആൻഡ് ലെഡ് ടു ഡെസേർട്ടിഫിക്കേഷൻ വിച്ച് കനോട്ട് സപ്പോർട്ട് എ ക്രോപ്പ് പ്രൊഡക്ഷൻ. അങ്ങനെ വരുമ്പോൾ പല കാടുകളുമെല്ലാം മരുഭൂമികളായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നു. അത് പല വിളകളുടെയും നാശത്തിലേക്ക് വഴിതെളിക്കുന്നു. കാരണം കാലം തെറ്റിയിട്ടാണ് നമുക്കറിയാം മഴയും കാറ്റും ഒക്കെ വരുന്നത്. അതാണ് ക്ലൈമാറ്റിക് ചേഞ്ചിൻ്റെ മറ്റൊരു റീസൺ. ഇറ്റ് ഇസ് ഡീഫോറസ്റ്റേഷൻ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഇൻ മോട്ടോർ ഏരിയ, മൈനിങ്, പവർ പ്ലാന്റ് ഏരിയ. വീണ്ടും ആ പൊല്യൂഷൻ തന്നെ ഒരു റീസണാണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ. ഓൾ ദീസ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ കോസസ് എ ലോട്ട് ഓഫ് വേ ഇൻ അഫക്റ്റിംഗ് ദ അഗ്രികൾച്ചർ ആൻഡ് ഇറ്റ്സ് ഹാർവസ്റ്റ്. പോപ്പുലേഷൻ പ്രഷർ മറ്റൊരു ഫാക്ടറാണ്. പോപ്പുലേഷൻ പ്രഷർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമായി ഓവർ ഗ്രേസിങ്ങും ഡീഫോറസ്റ്റേഷനും അഗ്രികൾച്ചർ ലാൻഡിൻ്റെ റിഡക്ഷനും ഉണ്ടാകുന്നതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ പ്രഷറാണ്. നമ്മൾ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നു, നമ്മൾ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ലാൻഡെല്ലാം നശിപ്പിക്കുന്നു. അതാണ് റെഡ്യൂസിങ് ദ പോപ്പുലേഷൻ പ്രഷർ റെഡ്യൂസസ് ദ സൈസ് ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അഗ്രികൾച്ചറൽ ലാൻഡുകളൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള പ്രശ്നം സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നു, മണ്ണൊലിപ്പുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു സൈഡ് മൊത്തം മലയെല്ലാം ഒലിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഒരു ഏരിയ തന്നെ നശിച്ചു പോകുന്നു. കുറേ കാലത്തേക്ക് പിന്നെ അവിടെ ക്രോപ്സുകളൊന്നും ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ഒരു ഏരിയ കംപ്ലീറ്റ് നശിക്കുമ്പോൾ വീണ്ടും അത് വാട്ടർ പൊല്യൂഷനിലേക്കും നയിക്കുന്നു. ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നു. ടോട്ടലി ആ ഏരിയ കംപ്ലീറ്റ് പിന്നെ കുറേ കാലത്തേക്ക് വാസയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. All these land degradation due to increased human activities has impacted negatively on agricultural production. അപ്പോൾ ലാൻഡ് ഡീഗ്രഡേഷൻ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. മറ്റൊരു പ്രശ്നം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സായ ഫ്ലഡ് കൊണ്ട് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. കാറ്റ്, ട്രോപ്പിക്കൽ സ്റ്റോംസ് വന്നാലും, ഈവൻ ഡ്രോട്ട്, മഴക്കാലത്തും പ്രശ്നമുണ്ട്. ഒരു കാറ്റടിച്ചാലും പ്രശ്നം വരുന്നുണ്ട്. ഈവൻ വരൾച്ച ഉണ്ടായാലും ഇതെല്ലാം അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യും. ഇതെല്ലാം പോവർട്ടിയിലേക്ക് നയിക്കുകയും ചെയ്യും. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് എസ് ഫ്ലഡ്, സ്റ്റോംസ് ആൻഡ് പ്രൊലോങ്ഡ് ഡ്രോട്ട് ഹാവ് ഇൻക്രീസസ് devastating impact on food security, particularly in developing countries. അങ്ങനെ വരുമ്പോഴേക്കും ഇതെല്ലാം കൂടെ കൊണ്ട് തന്നെ വീണ്ടും ഇൻ ടേൺ എന്താണ് ഇതെല്ലാം കൂടെ എന്തിലേക്കാണ് നയിക്കുന്നത്? ഇറ്റ് വിൽ ലീഡ് ടു ഫുഡ് ക്രൈസിസിലേക്കും പോവർട്ടിയിലേക്കും നയിക്കും. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കോൺഫ്ലിക്റ്റ്.
കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഡ്രൈവ് പീപ്പിൾ ഫ്രം ദെയർ ഹോംസ് ആൻഡ് അവേ ഫ്രം ദെയർ നോർമൽ ഫുഡ് സപ്ലൈ, leave them unable to afford food or simply stop them planting. ഇത് കൂടുതലും നമ്മുടെ കൺട്രീസിലുള്ള ആഫ്രിക്കൻ നേഷൻസിൽ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് കോൺഫ്ലിക്റ്റുകൾ. രണ്ട് ട്രൈബ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, പിന്നെ ആ ഏരിയയിൽ തന്നെ അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അവരവരുടെ സ്വന്തം ആൻസസ്ട്രൽ പ്ലേസിൽ നിന്നും they have to leave. അങ്ങനെ വരുമ്പോഴും അവിടെ ഫുഡ് ഷോർട്ടേജ് എന്ന പ്രോബ്ലം റൈസ് ചെയ്യുന്നു. കോൺഫ്ലിക്റ്റ് ക്യാൻ ഡ്രൈവ് പീപ്പിൾ ഫ്രം ദിയർ ഹോംസ് ആൻഡ് അവേ ഫ്രം ദിയർ നോർമൽ ഫുഡ് സപ്ലൈ. പിന്നെയുമുണ്ട് കോൺഫ്ലിക്റ്റ് കൊണ്ട് ഇപ്പോൾ ഫുഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യാൻ കാരണം ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ബ്ലോക്കേഡ്, ഇങ്ങനെയൊക്കെ ഒരു ആ വഴിയിലേക്കുള്ള റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്താലും ഒക്കെ തന്നെ ഫുഡ് സപ്ലൈ ഡിസ്ട്രപ്റ്റഡ് ആവുന്നുണ്ട്. ഈവൻ ഹ്യൂമാനിറ്റേറിയൻ ഏജൻസീസിൻ്റെ ഫുഡ് സപ്ലൈസ് പോലും അത്തരത്തിൽ വാർ ടൈം വരുമ്പോൾ അവർ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഫുഡ് ക്രൈസിസിലേക്കാണ് നയിക്കുന്നത്. ഈവൻ ദ ഹ്യൂമാനിറ്റേറിയൻ ഏജൻസീസ് cannot supply this food items or essential items to these war prone areas. ഈ വാർ പ്രോൺ ഏരിയസിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ ഏജൻസിക്ക് പോലും ആവശ്യമായ ഫുഡ് ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് it can be seen in most Afro-Asian nations. So conflict reduces food availability, disrupts access to food and healthcare, and undermines social protection system, pushing many affected people back into poverty and hunger. അപ്പോൾ കോൺഫ്ലിക്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഫുഡ് ഉണ്ടാവുന്നില്ല, ഹെൽത്ത് കെയർ ഉണ്ടാവില്ല, ഗവൺമെൻറ്റിന് അവരെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, പിന്നെ ഒരു തീർത്ഥം പോവർട്ടിയും ഹങ്കർ എന്നൊരവസ്ഥയിലേക്ക് വരും. നെക്സ്റ്റ് ഈസ് മറ്റൊരു പ്രോബ്ലം, ഗ്ലോബൽ ഫുഡ് പ്രൈസസ്. ലോകത്താകമാനം ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള പ്രൈസുകളും ഒപ്പം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റൈസിങ് ഗ്ലോബൽ ഫുഡ് പ്രൈസസ് അഫക്ട്സ് പീപ്പിൾസ് എബിലിറ്റി ടു ബൈ ഇനഫ് ടു ഫീഡ് ദെയർ ഫാമിലീസ്. റൈസിങ് ഗ്ലോബൽ ഫുഡ് പ്രൈസസും ഒരു പ്രോബ്ലം തന്നെയാണ്. അതിലേറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ദ ഹാർഡസ്റ്റ് ഹിറ്റ് ആർ ദ പോറസ്റ്റ് പീപ്പിൾ. പോറസ്റ്റ് ആയിട്ടുള്ള പീപ്പിളാണ് മോസ്റ്റ് ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു കണക്കെടുത്തപ്പോൾ 80% ഓഫ് ദ പേഴ്സൺസും ഡെവലപ്പിംഗ് കൺട്രീസ് ദേ ഹാവ് ടു സ്പെൻഡ് ദെയർ സാലറി, അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന സേവിങ്സ് മുഴുവൻ സ്പെൻഡ് ചെയ്യുന്ന 80% എമൗണ്ട് അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഫുഡ് സബ്സിഡി, എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും ഗവൺമെൻറ് ചെയ്യുന്നത്. 2007-ലും 2008-ലും ഒക്കെ തന്നെ ഗ്ലോബലി തന്നെ റൈസോ, വീറ്റ്, മെയ്സ് തുടങ്ങിയവയുടെ ഫുഡ് ഐറ്റംസിൻ്റെ വില വളരെയധികം കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഫുഡ് പ്രൈസസും ഒരു റീസണാണ്. മറ്റൊരു റീസൺ യൂസ് ഓഫ് ബയോഫ്യൂവൽസ്. ബയോഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഫോസിൽ ഫ്യൂവലിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരാം ഏകദേശം. ഫ്യൂവൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം ബയോളജിക്കൽ മെറ്റീരിയൽ ആർ നോൺ ആസ് ബയോഫ്യൂവൽസ്. നമുക്ക് ഫോസിൽ ഫ്യൂവൽസിന് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന കാര്യമാണ് ബയോഫ്യൂവൽസ് എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഇത്തരത്തിൽ ബയോഫ്യൂവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ക്രോപ്സിൽ നിന്നാണ്. അതായത് കോൺ, സോയ്, അങ്ങനെ അതർ ഓയിൽസ് ആൻഡ് ഷുഗർ, ഇത്തരം കാര്യങ്ങളിൽ നിന്നുമാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഇത്തരം ഫുഡ് പ്രോഡക്ട്സിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബയോഫ്യൂവൽസ് ഉണ്ടാക്കുന്നത്. ബയോഫ്യൂവൽസ് നമ്മൾ പെട്രോൾ, ഡീസൽ വണ്ടികൾക്ക് പകരമായി യൂസ് ചെയ്യുന്ന ഒന്നാണ്. അഗ്രികൾച്ചർ നാച്ചുറലി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ ബയോഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്. ഫ്യൂവൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം ബയോളജിക്കൽ മെറ്റീരിയൽ ആർ നോൺ ആസ് ബയോഫ്യൂവൽസ്, ബട്ട് മോസ്റ്റ് ഓഫ് ദ ബയോഫ്യൂവൽസ് ആർ യൂസ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ക്രോപ്സ്. അഗ്രികൾച്ചറൽ ക്രോപ്സിൻ്റെ പ്രത്യേകത അവർ ഫുഡിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. കോണും, സോയും, ഓയിലും, ഷുഗറും. അപ്പം ഫുഡിനായിട്ട് യൂസ് ചെയ്ത് ഫുഡിൻ്റെ അവൈലബിൾ ആകേണ്ട കാര്യമാണ് ബയോഫ്യൂവലിനെ പോകുമ്പോഴും ലോങ് ടേമിൽ അത് പോവർട്ടി ഇൻക്രീസ് ചെയ്യും, ഫുഡ് ക്രൈസിസിലേക്ക് വഴി തെളിക്കും. When biofuels are blended with traditional fossil fuels, they can power our cars. നമ്മുടെ കാർസിൽ യൂസ് ചെയ്യാം. So in an effort to meet the growing demand for biofuels, countries and companies are buying and grabbing land at an alarming rate in developing countries. അപ്പോൾ ബയോഫ്യൂവൽ ഏജ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആഫ്രിക്കയിലും മറ്റും ഹെക്ടർ കണക്കിന് ഭൂമി വാങ്ങിച്ചു കൂട്ടുകയാണ്, അഗ്രികൾച്ചറൽ ലാൻഡ്. എന്തിനാണ്, ഫോർ സ്റ്റാർട്ടിങ് ബയോഫ്യൂവൽ ഓർ ഫ്യൂവൽസ്, ബയോഫ്യൂവൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഹെക്ടർ കണക്കിന് ലാൻഡ് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിലാണ് മെയിനായിട്ട്. Over 1.1 million hectares have been given over to industrial biofuels for export. അങ്ങനെ ഈ ലാൻഡ് അക്വിസിഷൻ കൊണ്ട് തന്നെ പ്രോബ്ലമുണ്ട്. ദിസ് ലാൻഡ് അക്വിസിഷൻ ഹാപ്പൻസ് വിതൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ പീപ്പിൾ. സോ പീപ്പിൾ ഹാവ് ടു ബി ഡിസ്പ്ലേസ്ഡ് ഫ്രം ദർ ആൻസസ്ട്രൽ ലാൻഡ്. ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ലാൻഡെല്ലാം നഷ്ടപ്പെടുന്നു, കൃഷി ചെയ്യാൻ വേറെ സ്ഥലമില്ലാത്ത അവസ്ഥ വരുന്നു. രണ്ട്, ഈ ബയോഫ്യൂവൽസിൻ്റെ ഈ ഹെവി പ്രൊഡക്ഷനോട് കൂടി
ഫുഡ് അഗ്രികൾച്ചറൽ ലെവലിലേക്കുള്ള സപ്ലൈ കുറയുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ബയോഫ്യൂൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എ മോർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം in the light of growing global food crisis is the human cost associated with the growing food, not to ensure that the world's population is fed but to turn into fuel. അപ്പോൾ ഇനി അടുത്ത ഒരു 20 ഇയേഴ്സ് കഴിയുമ്പോൾ വേൾഡ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ബയോഫ്യൂവലിലേക്ക് എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് പോവുകയും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ തീർത്തും കുറയുകയും കൂടുതൽ നമ്മൾ ഫുഡിന് വേണ്ടി തന്നെ നമ്മൾ നമ്മുടെ എമൗണ്ടിൻ്റെ 100% സ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സാലറി ആവട്ടെ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ഒരു കൃഷി ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരാളാവട്ടെ ആർക്കാണെങ്കിലും നമ്മൾ പേഴ്സണലി കിട്ടുന്ന എമൗണ്ട് മുഴുവൻ ഫുഡിൻ്റെ ഉപയോഗത്തിലേക്കും യൂട്ടിലൈസേഷനും വേണ്ടി ചിലവാക്കുന്ന അവസ്ഥ വരും ബയോഫ്യൂവലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയാൽ. ഇത് ഇന്ത്യയെ ബേസ് ചെയ്തല്ല പറയുന്നത്, നമ്മൾ വേൾഡിനെ മൊത്തത്തിൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ വേഴ്സ്റ്റ് സഫർ ആവുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ തേർഡ് വേൾഡ് കൺട്രീസ്. ഇനി 2 പോയിൻറ്റും കൂടിയേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് ഇൻക്രീസിങ് പോപ്പുലേഷൻ എപ്പോഴും ഫുഡ് ക്രൈസിസ് കൂട്ടുന്ന ഒന്നാണ്. ദ വേൾഡ്സ് പോപ്പുലേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ ടു ഓൾമോസ്റ്റ് 10 ബില്യൺ ബൈ 2050, ബൂസ്റ്റിംഗ് അഗ്രികൾച്ചർ ഡിമാൻഡ്. കണ്ടോ, 2050 ആകുമ്പോൾ 10 ബില്യൺ ആകും. അഗ്രികൾച്ചർ ഡിമാൻഡ് അവിടെ കൂടും. അഗ്രികൾച്ചർ പക്ഷേ ഏറ്റവും കൂടുതൽ ലോസ് ഉള്ള ഏരിയയാണ്. അങ്ങനെ വരുമ്പോൾ ബയോഫ്യൂവൽസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കൂടും 2015. അങ്ങനെ അപ്പോൾ ഫുഡും ബയോഫ്യൂവൽസും അഗ്രികൾച്ചർ പ്രോഡക്ട്സും തമ്മിൽ തന്നെ ഒരു വാർ സോണിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കും. So the rate of population increase is higher than increase in food production. The world is consuming more than it is producing, leading to decline in food stock and storage level and increased food prices due to soaring demand. വേൾഡ് കൂടുതലാണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഫുഡ് ക്രൈസിസിലേക്ക് റൈസ് ചെയ്യും. ഒപ്പം ഇൻക്രീസിങ് പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ നേരത്തെ പല പോയിന്റിലും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇവിടെയും ആപ്ലിക്കബിളാണ്. ലാൻഡ് ഡിഗ്രഡേഷൻ, ഡീഫോറസ്റ്റേഷൻ, അതെല്ലാം ഇൻക്രീസിങ് പോപ്പുലേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതെല്ലാം ഇൻഡയറക്ട്ലി എന്ത് കോസ് ചെയ്യും? ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കും. ഗ്ലോബൽ വാർമിങ് ഒരു സൈക്കിൾ ഓഫ് ചേഞ്ചാണ്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഫുഡ് പ്രോഡക്ട്സ് കൂടുതൽ വരണം, അഗ്രികൾച്ചർ കൂടുതൽ വേണം. പക്ഷേ അതനുസരിച്ച് പോപ്പുലേഷന് എന്തൊക്കെ വേണം? ഫോസിൽ ഫ്യൂവൽസ് ആവശ്യമുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. അർബനൈസേഷൻ, ഡീഫോറസ്റ്റേഷൻ, ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കും. അത് അൾട്ടിമേറ്റ്ലി ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കും. അത് ഇൻ ടേൺ വീണ്ടും ഫുഡ് ക്രൈസിസിലേക്കാണ് കൊണ്ട് എത്തിക്കുന്നത്. ഫുഡ് ക്രൈസിസിലേക്ക് വരുമ്പോൾ അഗ്രികൾച്ചർ എന്ത് പറ്റും? വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ, ഒരിക്കലും കൂടത്തില്ല. അത് ലാൻഡ് ഡിഗ്രഡേഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷനിലേക്ക് എല്ലാം തന്നെ കൊണ്ടെത്തിക്കും. And the last one is low agricultural productivity. The decline in the share of agriculture in total production and employment is taking place at different speeds and poses different challenges across regions. അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ ലോ പ്രൊഡക്ടിവിറ്റിയും ഒരു റീസൺ ആണ് എന്ത് ഫുഡ് ക്രൈസിസിലേക്ക് നയിക്കും. ഓൾദോ അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആർ ബൂസ്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി, ഗ്രോത്ത് ഓഫ് yields have slowed to rates that are too low. ടെക്നോളജിക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്രമാത്രം അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ടോട്ടലി ലോകത്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം ബിക്കോസ് ഡെവലപ്ഡ് നേഷൻസിൽ ഒരുവിധം മോഡേൺ സയൻസ് ആൻഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇപ്പോഴും നമ്മൾ ഔട്ട്ഡേറ്റഡ് ഫാമിംഗ് പ്രാക്ടീസസ്, ലോ ഈൽഡിംഗ് സീഡ് ആൻഡ് പുവർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ 3 ഫാക്ടേഴ്സ് ഡെവലപ്പിംഗ് കൺട്രീസിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ വളരെ അധികം കുറയ്ക്കുന്നുണ്ട്. And the recent global financial crisis have led to increase in food prices and reduced investment in agriculture. ഇപ്പോൾ അഗ്രികൾച്ചറൽ ഏരിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അതെല്ലാം തന്നെ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയിലേക്ക് നയിക്കുന്നു. അത് ഇൻ ടേൺ ഫുഡ് ക്രൈസിസിലേക്കും വരുന്നു. സോ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസിങ് പോപ്പുലേഷൻ, യൂസ് ഓഫ് ബയോഫ്യൂവൽസ്, ഗ്ലോബൽ ഫുഡ് പ്രൈസസ്, കോൺഫ്ലിക്റ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പോവർട്ടി, ഇത്രയുമാണ് ഫുഡ് ക്രൈസിസിൻ്റെ കോസസ്. ഇതിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യ. അതെങ്ങനെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം.